സോൾഡറിംഗ് ഫോർ ബിഗിനേഴ്സ് എന്ന സീരീസിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് സോൾഡറിംഗ് ആൻഡ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇപ്പോൾ ഉള്ളത് 2 സോൾഡർ മെഷീനാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് സോൾഡർ മെഷീനാണ്. രണ്ട് ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഒന്ന് 10 വാട്ട്സിൻ്റെതും മറ്റൊന്ന് 25 വാട്ട്സിൻ്റെയാണ് ഞാൻ നോർമലി ഉപയോഗിക്കുന്നത്. ഇത് അഡ്വാൻടെക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സോൾഡർ മെഷീനാണ്. പിന്നെ വേറെതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ദേവാജി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ 10 വാട്ട്സിൻ്റെ സോൾഡർ മെഷീനാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 1 ഇയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സോൾഡർ മെഷീനാണ്. ഇത് ഞാൻ ഏകദേശം നിയർലി ഒരു 4 മന്ത്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സോൾഡർ മെഷീനാണ്. അപ്പോൾ ഇത് അഡ്വാൻടെക് ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം വന്നത് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കേബിളിൻ്റെ ചെറിയ പ്രശ്നം മാത്രമാണ് ഉണ്ടായത്. പിന്നെ ഉള്ളത് ദേവാജി എന്ന് പറയുന്ന കമ്പനി സോൾഡർ മെഷീനാണ്. അപ്പോൾ ഇതിൽ ഏകദേശം എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ 2 നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു കേബിളും ഇതിനൊക്കെ വരുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു വരുന്നു, ഇതിൻ്റെ പ്ലാസ്റ്റിക് കേസ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഗമ്മ് ചെയ്തിട്ട് വെച്ചത്. പിന്നെ എല്ലാവരും സോൾഡറിങ്ങിൽ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് സോൾഡർ മെഷീൻ ഏതാണെന്ന് ചോദിച്ചാൽ സോൾഡ്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സോൾഡർ മെഷീനാണ്. പക്ഷേ ഞാനത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം, എൻ്റെ ഫ്രണ്ട്സ് ഏകദേശം എല്ലാ ആൾക്കാരും വാങ്ങിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ കോപ്പിയും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ദേവാജി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 25 വാട്ട്സിൻ്റെ സോൾഡർ മെഷീൻ നിങ്ങൾ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. കാരണം എൻ്റെ ഫ്രണ്ട്സിലും എൻ്റെ ടീച്ചേഴ്സിലും പകുതി ആൾക്കാരും ദേവാജി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സോൾഡർ മെഷീനാണ്. അത് നിയർലി ഒരു 1 ഇയർ ആയിട്ട് അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടുള്ളതാണ് പറയുന്നത്. ഞാനത് മുമ്പ് ഉപയോഗിച്ചിരുന്നു. ഓക്കെ അഡ്വാൻടെക്കും കുഴപ്പമില്ല. നിങ്ങൾക്ക് ദേവാജി കിട്ടിയില്ലെങ്കിൽ അഡ്വാൻടെക്കിലേക്ക് നിങ്ങൾക്ക് മാറാം. ഇത് ദേവാജിയും അഡ്വാൻടെക്കും അതൊക്കെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈപ്പ് സോൾഡർ മെഷീനുകളാണ്. പിന്നെ നിങ്ങൾ ചെറിയ ടൈപ്പ് സോൾഡറിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ 10 വാട്ട്സിൻ്റെ ടൈപ്പിലേക്ക് നിങ്ങൾക്ക് പോകുന്നതാണ്. 10 വാട്ട്സിൻ്റെ ടൈപ്പ്, ഇത് 25 വാട്ട്സിൻ്റെ ടൈപ്പ്. അതുകൂടെ നിങ്ങൾക്ക് വലിയ ടൈപ്പ് സോൾഡറിങ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 60 വാട്ട്സിൻ്റെ ഉണ്ട്. അങ്ങനത്തെ ടൈപ്പ് സോൾഡർ മെഷീനൊക്കെ ഉണ്ട്. 60 വാട്ട്സിൻ്റെ ഉണ്ട്. അങ്ങനത്തെ കുറച്ചും കൂടെ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് സോൾഡർ മെഷീനൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള തുടങ്ങുന്ന ബിഗിനേഴ്സിലായ എന്നെ പോലത്തെ അവർക്കെല്ലാം ഏറ്റവും നല്ല ചോയ്സ് എന്ന് വെച്ചാൽ ഈ വരുന്ന ദേവാജിയിൽ 25 വാട്ട്സിൻ്റെ ടൈപ്പ് സോൾഡർ മെഷീനാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറെ ടൈപ്പ് സോൾഡർ മെഷീൻ ഏതാണെന്ന് വെച്ചാൽ വേരിയബിൾ സോൾഡർ മെഷീൻ അല്ലെങ്കിൽ വേരിയബിൾ സോൾഡറിങ് സ്റ്റേഷൻ എന്നൊക്കെ പറയും. സോൾഡറിങ് സ്റ്റേഷനൊക്കെ പറയും. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിൽ അത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആ ഒരു ബെനിഫിറ്റും ആ ഒരു സോൾഡർ മെഷീൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ വില ഇച്ചിരി കൂടുതലാണ്. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും പോകാം. നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ദേവാജി ഇതും അഡ്വാൻടെക് എന്ന് പറയുന്നൊരു കമ്പനിയുടെ സോൾഡർ മെഷീനാണ്. ദേവാജി ആയിരിക്കും ഏറ്റവും നല്ല. നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലത് ദേവാജി എന്ന് പറയുന്ന കമ്പനിയുടെ സോൾഡർ മെഷീനാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെ നീറ്റായിട്ട് സോൾഡർ ചെയ്യാം, അതുപോലെ സോൾഡറിങ്ങിൽ ലെഡ് ഡിസോൾഡറിങ് അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് മീ ശ്രീനന്ദ് സൈനിങ് ഔട്ട്.